നമസ്കാരം എല്ലാ കുട്ടികൾക്കും. ഗിരീഷ് സാറാണ്. ക്രിസ്മസ് പരീക്ഷ നടത്തുമോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞ് വളരെ ചർച്ചകളായിരുന്നു. ഇനി ഒരു ഘട്ടമായിട്ട് നടത്തി, ഇലക്ഷൻ ആയതുകൊണ്ട് അടുത്ത രണ്ടാം ഘട്ടം നടത്തുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ വിദ്യാഭ്യാസ ഗവൺമെന്റ് ഈ വട്ടം ഇച്ചിരി ബുദ്ധിപരമായ കാര്യങ്ങൾ നീക്കി നല്ല ഉഗ്രം കരുനീക്കമാണ്. വേറെ ഒന്നുമല്ല, ഡിസംബർ 15-ന് പരീക്ഷ തുടങ്ങത്തുള്ളൂ. നേരത്തെ ഡിസംബർ 8 15-ന് തുടങ്ങി 23-ാം തീയതി സ്കൂൾ അടയ്ക്കും. ഏകദേശം ഒരാഴ്ച കൊണ്ടൊക്കെ പരീക്ഷകളെല്ലാം കഴിഞ്ഞ ശേഷം 23-ാം തീയതി കഴിഞ്ഞ ശേഷം ജനുവരി 5-ാം തീയതി സ്കൂൾ തുറക്കത്തുള്ളൂ. അതും വലിയ പ്ലസ്. ഒരു 10-12 ദിവസം കുട്ടികൾക്ക്, 10 ദിവസമല്ല, നേരത്തെ 8 ദിവസം 9 ദിവസങ്ങളായിരുന്നു, ഇത് 12 ദിവസം പിള്ളേർക്ക് അടിച്ചു പൊളിച്ച് അവധി ആഘോഷിക്കാം. പക്ഷേ അതിനകത്ത് ഗവൺമെൻറ് ഒരു ബുദ്ധിയുണ്ട്. 2-ാം തീയതി ജനുവരി 2 വ്യാഴാഴ്ചയാണ്, അത് മന്നൻ ജയന്തിയാണ്, അതൊരു പബ്ലിക് ഹോളിഡേ ആണ്. പിന്നെ ഒരു വെള്ളിയേ ഉള്ളൂ, ശനിയും ഞായറും ഉണ്ട്. പിന്നെ അന്നേരം ബുദ്ധിപരമായ രീതിയിൽ കുട്ടികളെയും എല്ലാവരെയും ഒന്ന് കയ്യിലെടുക്കുകയും ചെയ്തു. എന്നാൽ കുട്ടികൾക്ക് സന്തോഷമാവുന്ന രീതിയിൽ, എല്ലാവർക്കും സന്തോഷമാവുന്ന രീതിയിൽ വിദ്യാഭ്യാസ വകുപ്പ് ചെയ്യുകയും ചെയ്തു. എന്തായാലും 7 ദിവസം കൊണ്ട് 10ാം ക്ലാസ്സും ഹയർ സെക്കൻഡറി എല്ലാം പരീക്ഷ, ഗ്യാപ്പുകളൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. നല്ലപോലെ പഠിച്ചോണം. എന്തായാലും അവധി കിട്ടുന്നത് ലോട്ടറിയാണ്. എല്ലാം കൊണ്ട് നന്നായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഗംഭീര മാർക്ക് ക്രിസ്മസ് പരീക്ഷയ്ക്ക് നേടാം. ക്രിസ്മസ് പരീക്ഷ വളരെ ക്രൂഷ്യലാണ്. താനും 10ാം ക്ലാസ്സിനെയും +1 +2 അപേക്ഷിച്ചു. നല്ലപോലെ പഠിക്കുക, നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കും.